വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോയുടെ ഒരു പാർട്ട് 3 പോലെയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അതായത് ആദ്യ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പുമുളകിൻ്റെ റൈറ്റർ മാറി, അഫ്സൽ എന്നൊരു പുതിയ റൈറ്റർ വന്നു എന്ന്. മൂപ്പൻ്റെ എപ്പിസോഡും കാര്യങ്ങളൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിൻ്റെ അടുത്ത എപ്പിസോഡ് നജീബ് വള്ളിവട്ടം എന്ന പുതിയ റൈറ്ററായിരുന്നു. അതിനുശേഷം ഈ ആഴ്ച തന്നെ ഇപ്പോൾ പഴയ റൈറ്ററായ ജാക്കി എസ് കുമാർ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നലത്തെ എപ്പിസോഡ് റൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ രചന നിർവഹിച്ചത് ജാക്കി എസ് കുമാറാണ്. അപ്പോൾ 3 പേരും മാറി മാറി ഈ ഒരു ആഴ്ച മാത്രം 3 പേര് എപ്പിസോഡുകളുണ്ട്. ഉപ്പുമുളകിൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതാദ്യമായിട്ടാണ് ഒരാഴ്ച മാത്രം 3 റൈറ്റേഴ്സ് മാറി മാറി വരുന്നത്. അതിൽ 3 പേരുടെ എപ്പിസോഡും അടിപൊളിയായിട്ട് എപ്പിസോഡായി മാറുന്നത് ആദ്യമായിട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഉപ്പുമുളകിൽ നമുക്കറിയാം, കെയ്ൻ ആഴ്ചൻ്റെ മുമ്പത്തെ ആഴ്ച, അതായത് ബാലുവും നീലും ഉപ്പുമുളകിൽ നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് രാംകുമാറേയും ശങ്കരണ്ണനെയും കുട്ടികളെയും മാത്രം വെച്ചിട്ട് ഭയങ്കര ബോറായിട്ടായിരുന്നു എപ്പിസോഡ് പോയത്. അതിനെതിരായിട്ട് കുറേ പ്രേക്ഷകരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിലൂടെയൊക്കെ, എപ്പിസോഡ് നന്നായിട്ടില്ല എന്ന രീതിക്കൊക്കെ. അതിനുശേഷം ഉടനെ തന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ബാലുവിനെ ഉള്ളിൽ കൊണ്ടുവന്ന് ബാലുവും പിള്ളേരും മാത്രം വെറും ഈ ഒരു 5-6 ക്യാരക്ടേഴ്സിനെ വെച്ച് മാത്രം കഴിഞ്ഞ ഫുള്ളായിട്ട് അടിപൊളി എപ്പിസോഡുകളാണ് ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ ഈ ആഴ്ചയും നീലുവിനെയും കൊണ്ടുവന്നിട്ട് 3 റൈറ്റേഴ്സിനെ വെച്ചിട്ട് എപ്പിസോഡുകളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് ഇതുവരെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ ഇഷ്ടാനുസാരമാണ് ഉപ്പുമുളകും ടീം പുതിയ റൈറ്റേഴ്സിനെ ചൂസ് ചെയ്യുന്നതും അടിപൊളി എപ്പിസോഡുകൾ ഡെലിവറി ചെയ്യുന്നത്. ആ ഒരു എപ്പിസോഡുകൾ മോശമായിരുന്ന സമയത്തിൽ ഏറ്റവും വലിയ മിസ്റ്റേക്കും അത് തന്നെയായിരുന്നു. റൈറ്ററായിട്ട് ജാക്കി എസ് കുമാർ മാത്രമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ആഴ്ചയ്ക്ക് 5 എപ്പിസോഡെന്ന് പറയുമ്പോൾ 5 ഡിഫറെൻറ്റ് കണ്ടൻറ്റ് മൂപ്പർ ഒറ്റയ്ക്ക് ആലോചിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂപ്പർ തള്ളപ്പെടുന്നതുകൊണ്ടാണ് ഒരു 2 എപ്പിസോഡ് മാത്രം നല്ല എപ്പിസോഡ് വന്നിട്ട് ബാക്കി 3 ഒരു തട്ടിക്കൂട്ടുന്ന പോലത്തെ എപ്പിസോഡുകൾ വന്നുകൊണ്ടിരുന്നത്. പ്ലസ് ആ സമയത്ത് ആർട്ടിസ്റ്റുകളും കുറവായിരുന്നു. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന രീതിക്കാണ് ഈ ആഴ്ച 3 റൈറ്റേഴ്സിനെ വെച്ചിട്ട് ഉപ്പുമുളകും ടീം അടിപൊളി എപ്പിസോഡുകൾ തന്നുകൊണ്ടിരുന്നത്. നമുക്കറിയാം, ഇവർ 3 പേരും അല്ലാതെ ഉപ്പുമുളകിൽ വേറൊരു റൈറ്ററും കൂടെയുണ്ട്. മൂപ്പരിപ്പോൾ മാറി നിൽക്കുകയാണ്. വേറെ ആരുമല്ല, ഉപ്പുമുളകിൽ ബാസി എന്നൊരു കഥാപാത്രം ചെയ്യുന്ന നമ്മുടെ ബാസി അണ്ണൻ ഉപ്പുമുളകിൻ്റെ 500ഓളം എപ്പിസോഡുകൾ എഴുതിയ ഒരു വ്യക്തി തന്നെയാണ്. മൂപ്പരും കൂടി ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉപ്പുമുളകിൻ്റെ റേഞ്ച് വേറെ ലെവലിൽ പോകുമെന്നുള്ളത് കൺഫേമാണ്. കാരണം ബാസി അണ്ണൻ്റെ എപ്പിസോഡിനും തനിച്ച് ഫാൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാസി അണ്ണൻ എന്നൊരു കഥാപാത്രത്തിനും അടിപൊളിയായിട്ടുള്ള വരവേൽപ്പ് ഓഡിയൻസിൻ്റെ അടുക്കൽ നിന്നുണ്ട്. അപ്പം ബാസി അണ്ണൻ്റെ ഈ ഒരു തിരിച്ചുവരവിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ സംഭവിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഏതായാലും ഇപ്പോൾ കറൻ്റ്ലി ഉപ്പുമുളകിന് 3 റൈറ്റേഴ്സ് ഉണ്ട്. മാത്രമല്ല, ഇന്നലത്തെ എപ്പിസോഡോടുകൂടി നമ്മൾ പറഞ്ഞതുപോലെ സുരേന്ദ്രൻ ഉപ്പുമുളകും ടീമിനൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ട് ഈ ഷെഡ്യൂൾ അവസാനിക്കുന്നവരെയുള്ള എപ്പിസോഡുകളിൽ സുരേന്ദ്രനുണ്ട്. ഇപ്പോൾ ഷൂട്ടിങ് തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ്. ഷെഡ്യൂൾ ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ്. ഷൂട്ടിംഗ് ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. അടുത്ത ഷെഡ്യൂളിൽ കുറച്ച് സസ്പെൻസുകളൊക്കെ ഉണ്ടാകുമെന്നാണ് അവസാനം നമുക്ക് അറിയാൻ സാധിച്ചത്. ചിലപ്പോൾ അതൊരു സിദ്ധുവിൻ്റെ എൻട്രി തന്നെ ആവാനും ചാൻസസ് കൂടുതലാണ്. ഏതായാലും ഈ 3 റൈറ്റേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത്. ജാക്കി എസ് കുമാർ, നജീബ് വള്ളിവട്ടം, അഫ്സൽ. ഇവർ 3 പേരും തന്നെ തങ്ങളുടെ കടമകൾ വ്യക്തമായി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ആഴ്ച വന്ന 4 എപ്പിസോഡുകളും അടിപൊളി എപ്പിസോഡ് തന്നെയാണ്. നിങ്ങൾക്ക് ഈ ആഴ്ച വന്നതിൽ ഏറ്റവും ഫേവറേറ്റ് എപ്പിസോഡ് ഏതാണ്, അല്ലെങ്കിൽ ആരുടെ എപ്പിസോഡാണ് എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല, ഉപ്പുമുളകിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈറ്റർ ആരാണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.